വെൽക്കം ഓൾ. റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ്റെ ഒരു പ്രോബ്ലമാണ്, ന്യൂമറിക്കൽ പ്രോബ്ലമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു 7 ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസിനൊക്കെ ഡ്യൂറേഷൻ ഇൻ ഡേയ്സിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിൻ്റെ പ്രിഡിസസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആ ഓരോ ആക്ടിവിറ്റിക്കും അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ലേബേഴ്സിൻ്റെ എണ്ണവും പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിന് പുറമെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഫേമിൽ നമ്മുടെ ലേബേഴ്സിൻ്റെ എണ്ണം മാക്സിമം അവൈലബിൾ ആയിട്ടുള്ളത് 9 ലേബേഴ്സാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് എങ്ങനെ റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ ചെയ്യാം, അഥവാ റിസോഴ്സ് ലെവലിങ്ങും റിസോഴ്സ് സ്മൂത്തിങ്ങും നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ എന്താണ്? ഈ ആക്ടിവിറ്റികളിൽ വെച്ചിട്ട് നമുക്കൊരു നെറ്റ്വർക്ക് വരക്കണം. ഓക്കെ, ഫസ്റ്റ് പ്രൊസീജിയർ ഡ്രോയിങ് നെറ്റ്വർക്കാണ്. ഇപ്പോൾ നെറ്റ്വർക്ക് വരക്കുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് ആക്ടിവിറ്റി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. 2 പ്രൊസീജിയേഴ്സ് ഉണ്ട് നെറ്റ്വർക്ക് വരക്കാൻ. നമുക്കൊന്നെങ്കിൽ AOA എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യാം, മെത്തേഡ് ഫോളോ ചെയ്യാം, ആക്ടിവിറ്റി ഓൺ ആരോ. അതല്ലെങ്കിൽ AON, ആക്ടിവിറ്റി ഓൺ നോഡ്. അങ്ങനെ 2 മെത്തേഡിൽ നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കാം. നമ്മളിവിടെ വരക്കുന്നത് AOA, ആക്ടിവിറ്റി ഓൺ ആരോ എന്നുള്ള മെത്തേഡിലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. കാരണം എന്താണ്? അതിന് പ്രിഡിസസേഴ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി A ആണ്. അപ്പോൾ ആദ്യം ഒരു നോഡ് ഇവിടെ മാർക്ക് ചെയ്തു. ദെൻ ആ നോഡിൽ നിന്ന് ഒരു ആക്ടിവിറ്റി നമ്മൾ മാർക്ക് ചെയ്തു, അതിന് A എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ രണ്ടാമത്തെ ആക്ടിവിറ്റി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 3 ആക്ടിവിറ്റികൾ വരുന്നുണ്ട്. ബിയും സിയും ഡിയും എയിൽ നിന്ന് തുടങ്ങുന്ന ആക്ടിവിറ്റികളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബി മാർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ബി മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ബി എങ്ങനെയാണ് മറ്റുള്ള ആക്ടിവിറ്റികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ബി എന്നുള്ളത് ഇയുടെ പ്രിഡിസസറാണ്. അതുമാത്രമല്ല ബിയും സിയും ഒരേ പോയിന്റിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ 2 കാര്യങ്ങളാണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ എക്ക് ശേഷം ബി എന്നുള്ള ഒരു ആക്ടിവിറ്റി മാർക്ക് ചെയ്തു, നോഡിന് 3 എന്ന് പേര് കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് സി മാർക്ക് ചെയ്യണം. അപ്പോൾ സി എവിടേക്കാണ് ചെന്ന് നിൽക്കുക? സിയും ബിയും ഒരേ പോയിന്റിൽ എന്നാണ് കാണിക്കുന്നത്, പക്ഷേ സിയും ബിയും ഒരേ സ്ഥലത്ത് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ആക്ടിവിറ്റിയും ഒരേ സ്ഥലത്ത് നിന്ന് തുടങ്ങി ഒരേ സ്ഥലത്ത് അവസാനിക്കാൻ പറ്റില്ല, അത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് തൽക്കാലം സി എന്നുള്ളത് ഒരു ആക്ടിവിറ്റിയായിട്ട് കാണിച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇയും എഫും ഡിയും ഒരു പോയിന്റിലാണ് അവസാനിക്കുന്നത്. ഇയും എഫും നമ്മൾ ഓൾറെഡി വരച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. അപ്പം നമ്മളിവിടെ ഡി മാർക്ക് ചെയ്തു. ഓക്കെ, ഡി മാർക്ക് ചെയ്തു. ദെൻ ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രൊസീജിയർ എന്താണ്? നമ്മൾ എ ബി സി ഡി ഈ 4 ആക്ടിവിറ്റികൾ വരച്ചു. ഇനി ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി വരക്കണം. അതിന് തൊട്ട് മുമ്പുള്ളത് ബി ആണ്. ദെൻ ഇ എന്ന് പറയുന്നത് ഡിയുടെയും എഫിൻ്റെയും കൂടെയാണ് ചെന്ന് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടി വരിക? ബി ആണ് അതിൻ്റെ പ്രീഡിസസർ. സോ ഇ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് ഇ. ദെൻ ഇനി നെക്സ്റ്റ് എഫ് മാർക്ക് ചെയ്യണം. അത് ബിയിൽ നിന്നും സിയിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവസാനിക്കുന്നത് എവിടെയാണ്? ഡിയുടെയും ഇയുടെയും കൂടെയാണ്. സോ സിയിൽ നിന്നും ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു, അതിന് എഫ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, ദെൻ ബിയിൽ നിന്നും സിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. പക്ഷെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സി ആണ്. ബിയും കൂടെ അതിൻ്റെ പ്രിഡിസസറാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഡമ്മി ആക്ടിവിറ്റി കൊടുത്തു. ഓക്കെ, ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആക്ടിവിറ്റി പ്രത്യേകിച്ച് അതിന് ഡ്യൂറേഷനോ റിസോഴ്സോ ഒന്നുമില്ല. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിയും എഫും തമ്മിൽ റിലേഷൻ ഉണ്ട്, ബി കഴിഞ്ഞിട്ടേ എഫ് തുടങ്ങാവുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡമ്മി ആക്ടിവിറ്റി കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ജി എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. ജി എന്നുള്ളത് വേറെ ഒന്നിൻ്റെയും പ്രിഡിസസർ അല്ല. സോ അത് ലാസ്റ്റ് ആക്ടിവിറ്റിയാണെന്ന് നമുക്കറിയാം. ദെൻ ലാസ്റ്റ് ആക്ടിവിറ്റി എന്നുള്ള നിലക്ക് നമ്മളിവിടെ ജിയും കൂടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ നെറ്റ്വർക്ക് വരക്കുന്ന പ്രൊസീജിയർ. ഇനി അടുത്ത നമ്മുടെ പ്രൊസീജിയർ എന്താണ്? നമ്മൾ ആക്ച്വലി എന്തിനാണ് നെറ്റ്വർക്ക് വരച്ചിട്ടുള്ളത്?
നമുക്ക് ഡ്യൂറേഷൻ ഓഫ് പ്രൊജക്റ്റ് കാണണം, then ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ നെറ്റ്വർക്ക് വരച്ചതിന് ശേഷം നമുക്ക് ഈ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അതിൽ നമ്മളിവിടെ ചെയ്യുന്നത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓരോ ആക്ടിവിറ്റിയുടെയും ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ആക്ടിവിറ്റിക്കും നമ്മളിങ്ങനെ ഒരു ബോക്സ് വരച്ചു. ഇനി സ്റ്റാർട്ട് ചെയ്യണം. ആദ്യത്തെ എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് ടൈം എന്തായിരിക്കും? 0, കാരണം അതാണ് ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ അത് അവസാനിക്കുന്നത് എ എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് ഡ്യൂറേഷൻ ഉള്ളത് 2 ആണ്. ഓക്കെ, അപ്പോൾ 2 ദിവസം കൊണ്ട് ആ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് 2 മാർക്ക് ചെയ്തു. ഇനി ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് ഡ്യൂറേഷൻ 4 ദിവസങ്ങളാണ്. സോ 2 ദിവസം കഴിഞ്ഞ് 4 ദിവസം കൂടെ എടുക്കുന്ന സമയത്ത് നമുക്ക് 2 + 4 6 ഡേയ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ചെയ്യുമ്പോൾ സി എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് 6 ദിവസമാണ്. അപ്പോൾ 2 + 6 നമുക്ക് 8 കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് 2, 4, 6. ദെൻ ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് 9 ദിവസം, ഇ 5, എഫ് 7 ഡേയ്സ്, ദെൻ ജി 3 ഡേയ്സ്. ഓക്കെ, ദെൻ ഇനി ഇവിടെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ കേസ് എടുക്കുന്ന സമയത്ത് അവിടേക്ക് 3 ആരോസ് വരുന്നുണ്ട്. സോ ആ 3 ആരോസിൽ നിന്നുള്ള ഡ്യൂറേഷൻസ് അല്ലെങ്കിൽ ആ ഡേയ്സിൻ്റെ കണക്ക് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് 6 + 5 11 എന്ന് പറയുന്ന ഒരു വാല്യൂ വരുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ 8 + 7 15 എന്ന് പറയുന്ന ഒരു വാല്യൂ വരുന്നുണ്ട്. ഇവിടെ നോക്കുന്ന സമയത്ത് 2 + 9 11 എന്ന് പറയുന്ന വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലേക്ക് പോവുകയാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫോർവേഡ് പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് പാസ് ചെയ്യുന്ന സമയത്ത് ഏതാണോ ഗ്രേറ്റസ്റ്റ് വാല്യൂ ആ ഗ്രേറ്റസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്, ഹയസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഇവിടെ 3 വാല്യൂസ് വന്നു. അതിൽ നിന്ന് നമ്മൾ ഹയസ്റ്റ് വാല്യൂ എടുത്തു. ദാറ്റ് മീൻസ് 15 ഇവിടെ എടുത്തു. ഓക്കെ, ദെൻ 15 + 3 നമുക്ക് 18. ഇപ്പോൾ 18 ദിവസമാണ് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഫില്ല് ചെയ്ത് വരികയാണ്. ഓക്കെ, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾ ആദ്യം അതിന് ബാക്ക്വേർഡ് പാസ്സാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എൻഡിങ് പോയിന്റിൽ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എഴുതി 18 തന്നെ എഴുതി. എന്തുകൊണ്ടാണ് അവിടെ 18 തന്നെ വരാൻ കാരണം? നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്രിട്ടിക്കൽ 18 ദിവസം കൊണ്ട് ഈ വർക്ക് തീർക്കാം. ഓക്കെ, നമ്മളതൊരിക്കലും 19 or 20 ദിവസം ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 18 ദിവസം കൊണ്ട് തന്നെ തീരണം. പക്ഷേ അതിൻ്റെ ഇടയിൽ ചില ആക്ടിവിറ്റികൾ നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാം. പക്ഷേ പ്രൊവൈഡഡ് ഈ 18 ദിവസം എന്നുള്ളത് പോസ്റ്റ്പോൺ ചെയ്യപ്പെടില്ല. ഓക്കെ, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ 18 ദിവസം കൊണ്ട് തന്നെ തീർക്കണം. അതുകൊണ്ട് നമ്മളവിടെ 18 എന്ന് കൊടുത്തു. ദെൻ 18 - 3 ഇവിടെ 15 എന്ന് കൊടുത്തു. ഇനി 4ലേക്ക് പോകുമ്പോൾ 15 - 7 നമുക്ക് 8 എന്ന് കിട്ടും. ദെൻ 15 - 5 10 എന്ന് കിട്ടി. ദെൻ നെക്സ്റ്റ് നമ്മൾ 2 എന്ന് പറയുന്ന നോഡിലേക്ക് വരുന്ന സമയത്ത് അതിലേക്ക് 3 ആരോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ 3 ആരോസ് നമ്മൾ പഠിക്കണം. 10 - 4 നമുക്ക് 6 എന്ന് കിട്ടും. ദെൻ 8 - 6 2 എന്ന് കിട്ടും. ദെൻ 15 - 9 എന്നുള്ളത് നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, 3 വാല്യൂസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബാക്ക്വേർഡ് പേഴ്സൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. ഇവിടെ ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ 2 ആണ്. സോ നമ്മളിവിടെ 2 എന്നെടുത്തു. ദെൻ 2 - 2 0. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ബാക്ക്വേർഡ് പേഴ്സും ഫോർവേഡ് പേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓരോ ആക്ടിവിറ്റിയുടെയും ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് പ്രൊജക്റ്റ് എന്നുള്ളത് നമുക്ക് 18 എന്ന് കിട്ടി. ഡേയ്സ് ആണ്. സോ 18 ഡേയ്സ്. ഇനി ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുക? നമുക്കൊരു ടേബിൾ ഉണ്ട് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം, ഫ്ലോട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. അതല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ക്രിട്ടിക്കൽ പാത്താണ്. ഈ ഒരു പോർഷൻ ക്രിട്ടിക്കൽ പാത്ത് ആകണം. ജി എന്ന് പറയുന്നത്
ഒരു ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 6 എന്ന് പറയുന്ന നോഡിൽ ഉണ്ടാകുന്ന ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും അതുപോലെ 5 എന്ന് പറയുന്ന തൊട്ട് മുമ്പത്തെ നോഡിൽ ഉണ്ടാകുന്ന ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും ഒക്കെ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം 18 - 3 നമുക്ക് 15 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു ക്രിട്ടിക്കൽ പാത്താണെന്ന് പറയാം. ഇനി ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ 6ഉം 10ഉം ആണ്. ഓക്കെ, അതുമാത്രമല്ല 15 - 5 എന്ന് പറയുമ്പോൾ നമുക്ക് 6 അല്ല വരുന്നത്, അതുകൊണ്ട് അതൊരു ക്രിട്ടിക്കൽ പാത്തല്ല. ഇനി നമ്മൾ ഡി എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ 15 - 9 നമുക്ക് കിട്ടേണ്ടത് 6 ആണ്, പക്ഷേ ഇവിടെ 6 ഇല്ല. ഓക്കെ, അപ്പോൾ അതും ഒരു ക്രിട്ടിക്കൽ പാത്തല്ല. പിന്നെ ബാക്കിയുള്ളത് എഫ് ആണ്. അത് നോക്കുമ്പോൾ 15 - 7 നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 8 കിട്ടുന്നുണ്ട്. ദെൻ ഇത് രണ്ടും ഒരേ വാല്യൂസാണ്, ഇവിടെ രണ്ടും 4ലും ഒരേ വാല്യൂസാണ്. സോ അതൊരു ക്രിട്ടിക്കൽ പാത്താണ്. ദെൻ അതുപോലെ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് ഇതൊരു ക്രിട്ടിക്കൽ പാത്താണ്, ദെൻ ഇതൊരു ക്രിട്ടിക്കൽ പാത്താണ്. സോ നമുക്ക് ക്രിട്ടിക്കൽ പാത്തും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ പാത്ത് ACFG ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊസീജിയർ. നമുക്ക് തന്നിട്ടുള്ള ടേബിൾ വെച്ച് നെറ്റ്വർക്ക് വരച്ചു. ആ നെറ്റ്വർക്കിൽ നിന്ന് ഡ്യൂറേഷൻ ഓഫ് പ്രൊജക്റ്റ് കണ്ടുപിടിക്കുന്നു, അതിനുശേഷം ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഡയഗ്രാം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചതിന് ശേഷം അതിൽ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിച്ചു, ദെൻ ടോട്ടൽ ഡ്യൂറേഷൻ കണ്ടുപിടിച്ചു. ഇനി ഓരോ ആക്ടിവിറ്റിയുടെയും ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എത്രയായിരിക്കും? ഏറ്റവും ആദ്യത്തെ പ്രൊസീജിയറാണ്, ആദ്യത്തെ ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമുക്ക് 0th ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ അത് എപ്പോഴാണ് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയാം? ഓക്കെ, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്യാൻ കഴിയുക 2 ദിവസമാണ് അതിൻ്റെ ഡ്യൂറേഷൻ. സോ 2 days ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കണ്ടുവച്ചിട്ടുള്ള ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും ദെൻ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും നമ്മൾ ആ ടേബിളിലേക്ക് ഫില്ല് ചെയ്യണം ആദ്യം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 0 എന്ന് കൊടുത്തു. ദെൻ ബി എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത് 2 ആയിരിക്കും. സിയുടേതും ഡിയുടേതും 2 ആയിരിക്കും. ദെൻ ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടേത് എടുക്കുമ്പോൾ 6 ആയിരിക്കും. ദെൻ എഫിൻ്റെത് 8, ദെൻ ജിയുടേത് 15. ഓക്കെ, നമ്മളിവിടെ ഉള്ളതെല്ലാം അങ്ങോട്ടേക്ക് എഴുതി. ഇനി ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എഴുതണം. നമുക്ക് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എഴുതാൻ എഴുതുന്നത് ബാക്ക്വേർഡ് പാസ് വെച്ച് എഴുതുകയാണെങ്കിൽ 18, ജി എന്ന് പറയുന്നത് 18, ദെൻ ഇയുടേതും എഫിൻ്റെതും ഡിയുടേതും 15 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 15 മാർക്ക് ചെയ്തു. ദെൻ സിയുടെ കേസ് എടുക്കുന്ന സമയത്ത് 8 ആണ്, 8. ദെൻ ബിയുടെ കേസ് എടുക്കുമ്പോൾ അത് 10 ആണ്. ദെൻ എയുടെ കേസ് എടുക്കുമ്പോൾ അത് 2 ആണ്. നമ്മൾ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമൊക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എഴുതണം. അപ്പോൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമിൻ്റെ കൂടെ ഡ്യൂറേഷൻ ആഡ് ചെയ്താൽ മതി. സോ 0 + 2 2 കൊടുത്തു. ദെൻ 2 + 4 6. അങ്ങനെ ഓരോന്നും നമ്മൾ ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്ന കോളമാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമിൽ നിന്നും ഡ്യൂറേഷൻ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ 2 - 2 0, 10 - 4 6. അങ്ങനെ ഓരോന്നും എഴുതി വരാം. 15 - 9 6, 10, 15 - 7 8, then 18 - 3 15. ഓക്കെ, എല്ലാം എഴുതി. ഇനി നമുക്ക് ഫ്ലോട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫ്ലോട്ട് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് ഒന്നുകിൽ ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം മൈനസ് ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഫ്ലോട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, അതല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ ഉള്ളത് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഇങ്ങനെ 2 ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എഴുതുകയാണെങ്കിൽ 2 - 2 0, then 10 - 6 4, 8 - 8 0,
15 minus 11 4, 15 minus 11 4, 15 minus 15 0, 18 minus 18 0. ഓക്കെ, ഫ്ലോട്ട് 0 ആണെങ്കിൽ അത് എന്ത് ആക്ടിവിറ്റിയാണ്? ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ 0 ആയിട്ടുള്ള അവിടെയൊക്കെ റിമാർക്ക് ക്രിട്ടിക്കൽ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച അതേ സംഗതി തന്നെയാണ് വന്നിട്ടുള്ളത്. എ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയാണ്, ദെൻ സി ഒരു ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയാണ്, ദെൻ എഫ് ഒരു ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയാണ്, ജി ഒരു ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ടേബിൾ ഫില്ല് ചെയ്തു. ഈ ടേബിൾ നമുക്ക് റിസോഴ്സ് സ്മൂത്തിങ് ചെയ്യാൻ അത്യാവശ്യമാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പ്രൊസീജിയർ റിസോഴ്സ് സ്മൂത്തിങ് ആണ്.